2025 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്താ പറയട്ടെ, സ്വന്തം അച്ഛനെ ഇനി കൊന്നതാണോ അച്ഛൻ സ്വയം സമാധി ഇരുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും അച്ഛനെ സമാധി മണ്ഡപം പണിതു ഒരു മകൾ. എന്താ അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ അത് എനിക്ക് ആ വാർത്തയെക്കുറിച്ച് പറയുന്നതിനേക്കാളും നിങ്ങളെ കേൾപ്പിക്കാം. അതിനുശേഷം ഞാൻ പിന്നാലെ വരാം. ശരിയായ ചാനല് സത്യവും ധർമ്മവും നീതിയും പാലിക്കുന്ന ചാനലുകളാണ്. ആണോ? സത്യവും ധർമ്മവും നീതിയും ന്യായവും പാലിക്കുന്ന ശരിയായ റിപ്പോർട്ടുകളും കാര്യങ്ങളും കൊടുക്കണം. അല്ലാതെ ഇതിനകത്ത് കുറച്ചൊക്കെ വളച്ചൊടിച്ച്, കുറച്ചൊക്കെ കള്ളത്തരം പറഞ്ഞ്, കുറച്ചൊക്കെ ഇതിനകത്ത് അങ്ങനെയൊന്നും വ്യാകരണമൊന്നും കേട്ടി അങ്ങനെ ചെയ്യുന്നത് അധർമ്മമാണ്. അതുകൊണ്ട് ശരിയാ എന്താ ഒരാളെ പറയുന്നതായിട്ട് പിന്നെ നിങ്ങൾ അച്ഛനെ കൊന്നു എന്ന് വേണം പറയാൻ എന്നൊക്കെ ചിലരൊക്കെ സംസാരിച്ചു, ചില ചാനലുകാർ. നിങ്ങൾ അങ്ങനെ വേണം പറയാൻ. അതായത് എന്റെ അച്ഛനെ എനിക്ക് കൊന്നിട്ട് എന്താ നേടാൻ? എന്താ സഹോദര നേടേണ്ടത്? എനിക്ക് എന്ത് കിട്ടും മനസ്സിലാക്കണം. എന്റെ അച്ഛൻ അതായത് ഈ ക്ഷേത്രത്തിന്റെ ആചാര്യ ഗുരുവാണ്. അതായത് ഈ ക്ഷേത്രത്തിലെ ഷടാധാരാധിവാസ മഹാലിംഗ ക്ഷേത്രം നിർമ്മിച്ച് എന്റെ അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണ്. ഈ ആറാലുമൂടി മാർക്കറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എന്റെ അച്ഛൻ ചുമട്ട് തൊഴിലാളിയാണ്. അപ്പൊ ചുമട്ട് തൊഴിലാളിയായിരുന്നു ഞാനും. അതുപോലെ ഒരു കൂലിപ്പണി, ഞാൻ പ്ലംബിംഗ് പണി, ഉയരം പണി ഇതെല്ലാം ചെയ്ത് ഞാനൊരു കട ഇട്ടിരുന്നു, ഇലക്ട്രിക് കട, മോട്ടോർ വൈൻഡിങ്ങിന്റെ കട എല്ലാം ഇട്ടിരുന്നു. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഞാൻ പുതുമന തന്ത്ര വിദ്യാലയത്തിൽ പീഠത്തിൽ പോയി ഈ ക്ഷേത്രം വന്നതോടുകൂടി അച്ഛനാണ്. അത് ശരിയാ സഹോദര, പ്ലംബിംഗ് പണിയും ഇലക്ട്രിക് പണിയും ചുമട് പണിയും എല്ലാം എടുത്തിരുന്നു. പക്ഷേ എങ്ങും പോയിട്ടുണ്ടല്ലേ വിയർപ്പിൻ്റെ അസുഖം സഹോദരന്. അങ്ങനെ ഈ എല്ലാ സ്ഥലത്തും പോയി ഈ തരത്തിലുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് പോയി പുള്ളിക്കാരൻ. പ്ലംബിങ്, വയറിങ്, പിന്നെന്താ എന്തൊക്കെയാ പറഞ്ഞല്ലോ, ചുമട് പണി, അതൊക്കെ ചുമടെടുപ്പ് കേട്ടോ, അതൊക്കെ എടുക്കാനായിട്ട് എൻ്റെ പൊന്ന് ആങ്ങള സഹോദരൻ ഹൈന്ദവനാണെന്ന് മുഖത്ത് നോക്കിയാൽ തന്നെ എന്താണ് പറയുന്നത്, മുഖത്ത് നോക്കിയാൽ തന്നെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞതുപോലെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇദ്ദേഹം ഒരു കറ തീർത്ത ഹൈന്ദവനാണെന്ന്. അങ്ങനെ ഇരിക്കവേ എൻ്റെ സഹോദരനൊരു ഉൾവിളി ഉണ്ടായി. ആ ഒരു ഉൾവിളി ഉണ്ടാവാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഒരു ഇത്തിരി വിയർപ്പിൻ്റെ അസുഖം ഉണ്ടായി കേട്ടോ. അപ്പോൾ വിയർപ്പിൻ്റെ അസുഖം ഉണ്ടായാൽ എന്താണ് പ്രശ്നം? ജോലി ചെയ്യാൻ പാടില്ല, ശരീരം ഇളകിയുള്ള ജോലി ചെയ്യാൻ പാടില്ല. എവിടെയെങ്കിലും ഇരുന്ന് ഇച്ചിരി ഇങ്ങനെ മണിയൊക്കെ അടിച്ച് ഇങ്ങനെ ആരതിയൊക്കെ ഒഴിഞ്ഞ് വിയർക്കാത്ത രീതിയിൽ ജീവിച്ചാൽ എല്ലാം ഓക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി ഒരു എന്താണ് പറയുന്നത്, ഇതുപോലെയുള്ള മന്ത്രതന്ത്ര വിദ്യാദികളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്തിൽ പോയി. എന്നിട്ട് ഒരു ഇല്ലത്തെ ഗുരുവിനെ കണ്ടു, ദക്ഷിണയൊക്കെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു പുള്ളിക്കാരൻ? അങ്ങോട്ട് വിദ്യ അഭ്യസിക്കാൻ തുടങ്ങി. മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ ഒക്കെ പഠിച്ചു. എന്നിട്ട് അച്ഛൻ സ്ഥാപിച്ച ക്ഷേത്രത്തിൽ, അച്ഛൻ ആരാണോ എന്തോ, ഇനി വില്ലുമംഗലോങ്ങനും ആണോ എന്തോ ക്ഷേത്രമൊക്കെ വയ്ക്കാനേ. പണ്ട് കാലത്തെ ക്ഷേത്രങ്ങളൊക്കെ കൂടുതലായിട്ട് വെച്ചിട്ടുള്ള ഒരാളാണ് വില്ലുമംഗലം അതുപോലെ തന്നെ ശ്രീ പരശുരാമൻ. അവരൊക്കെയാണ് കൂടുതലായിട്ട്. ചോറ്റാനിക്കര ക്ഷേത്രമൊക്കെ വില്ലുമംഗലത്ത് വച്ചതാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരൻ ഈ വിദ്യകളൊക്കെ പഠിച്ചിട്ട് വന്നു. പുള്ളിക്കാരന് വിയർപ്പിൻ്റെ അസുഖമാണ് പ്രശ്നമായിട്ട് വന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളോട് കേൾക്കാം. വിയർപ്പ് മാറട്ടെ എൻ്റെ കൂടപ്പുറപ്പിൻ്റെ. അപ്പം പൂജ ചെയ്യാൻ ആളുകളാണ്, വെളിയിൽ നിന്ന് എടുത്തു വയ്ക്കാനുള്ള സാമ്പത്തികമില്ല നമുക്ക്. അപ്പം പൂജ ചെയ്യാൻ ആളുകളാണ്. അപ്പം പുതുമന തന്ത്ര വിദ്യാലയ പീഠം മഹേശ്വരൻ നമ്പൂരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫേമസ് ആണ്. ഞാൻ ആ ഗുരുവിൽ നിന്നാണ് വിദ്യ പഠിച്ചത്. എന്റെ അച്ഛനും എനിക്ക് വിദ്യകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛനും പൂജാതി കർമ്മങ്ങളൊക്കെ അറിയാം, അച്ഛനും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം കഴിഞ്ഞ് എന്റെ അച്ഛൻ ഈ ഭഗവാനെ ഷടാധാര പ്രതിഷ്ഠ, ലിംഗപ്രതിഷ്ഠ ചെയ്ത സമയത്ത് ഈ പറഞ്ഞ നാട്ടുകാരെ എല്ലാം വിളിച്ച് കഴിച്ചേരാം. ഈ നാട്ടുകാരെ എല്ലാം വിളിച്ച് ട്രസ്റ്റ് അംഗമാക്കി ഈ ഇവിടത്തുള്ള എല്ലാവരെയും ഈ ട്രസ്റ്റ് അംഗമാക്കി തന്നെയാണ്, നാട്ടുകാരെ സഹകരിപ്പിച്ച് തന്നെയാണ് ആദ്യത്തെ 2017 ഷടാധാര മഹാലിംഗ പ്രതിഷ്ഠ ചെയ്തത്. ഈ നാട്ടുകാരെ സഹകരിപ്പിച്ചു, നാട്ടുകാരുമായിട്ട് നല്ല ഇതായിട്ട് തന്നെയാണ് ഈ ഉത്സവം, ആദ്യത്തെ ഉത്സവം വെച്ചത്. അപ്പൊ ഉത്സവം വെച്ചപ്പോൾ നാട്ടുകാർ ആ രീതിയിലല്ല സഹകരിച്ചത്. അതായത് അത്രയ്ക്ക് അച്ഛൻ്റെ അടുത്ത് ആ രീതിയിൽ പെരുമാറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അവർക്ക് വെച്ച് പുലർത്താൻ പറ്റൂല, അവർക്ക് അതൊന്നും പറ്റൂല. അവരെ അതായത് ഈ ക്ഷേത്രത്തിന് അത്രയ്ക്ക് അവരെ രീതിയിൽ അവർക്ക് കൊണ്ടുപോകണം. ആ ആചാരങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊന്നും പറ്റില്ല. അപ്പൊ അവർക്ക് രണ്ടാമത്തെ ഉത്സവം വെച്ച് നമ്മൾ നോട്ടീസ് വെച്ചപ്പോഴത്തേക്ക് നെല്ലേ ഞാൻ പറയുന്ന കേക്ക് നിങ്ങളില്ലെങ്കിൽ ഞാൻ കേക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവർക്ക് അടുത്ത ഉത്സവം വെച്ചപ്പം ഇവരെ പേരൊന്നും വെച്ചില്ല. അതിന്റെ വാശിയും വൈരാഗ്യവും ഇപ്പൊ ഒരു സാഹചര്യത്തില് ഈ നാട്ടുകാരെ നമുക്കങ്ങ് എതിരായി. അത് സത്യമുള്ള കാര്യമാണ്. അപ്പൊ അച്ഛൻ
എന്റെ അടുത്ത് പറഞ്ഞു അച്ഛന് ഭയങ്കര സങ്കടമായിപ്പോ ഈ നാട്ടുകാർ ഈ രീതിയിൽ പെരുമാറിയപ്പോ. അപ്പം അച്ഛന് സമാധിയാവുന്ന സമയം അപ്പം ഋഷിപീഠം എന്ന് പറയുന്ന അച്ഛൻ ധ്യാനിക്കുന്ന സ്ഥലമാണ് അവിടെ. അച്ഛൻ എത്രയോ കാലത്തിന് മുമ്പ് മരുത്വമല അച്ഛൻ്റെ ഒരു ആശ്രമമൊക്കെ ഉണ്ട്. അതൊക്കെ അച്ഛൻ പിന്നെ ഈ നാട്ടിലുള്ളവരൊക്കെ തന്നെയാണ് അവിടെ. അല്ല സഹോദര, ഈ മരുത്വാമല എന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, ഈ നമ്മുടെ ഹനുമാൻ, മാരുതി, ആഞ്ജനേയൻ, പുള്ളിക്കാരൻ വിരളിൽ, കുഞ്ഞു വിരളിൽ എടുത്തുകൊണ്ട് വന്ന് കാലുകളെത്തി ഇങ്ങനെ പറന്ന് വന്നൊരു സംഭവമല്ലേ മരുത്വാമല? അതായത് മരുന്നെടുക്കാനായിട്ട് പറഞ്ഞു വിടുന്ന സമയത്ത്, അതായത് എനിക്ക് മറന്നുപോയി കേട്ടോ, പുരാണ കഥകളൊക്കെ പണ്ട് അരച്ച് കലക്കി കുടിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. അത് വാസ്തവമാണ് കേട്ടോ, കള്ളമല്ല. പക്ഷേ ഇപ്പോൾ എല്ലാം മറന്നുപോയി, മുതുക്കായില്ലേ എല്ലാം മറന്നുപോയി. പക്ഷേ എന്നാലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇനി ജഡായുവിന് ചിറകറ്റ് കിടന്ന സമയത്താണോ എന്തോ, ശരിക്കും ഓർമ്മ വരുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും മരുന്നുകൾ കൊണ്ടുവരാനായിട്ട് മാരുതിയോട്, അതായത് ഹനുമാനോട് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മരുന്ന് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പോവുകയാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ള മരുന്ന് കാണും അവിടെ ചെല്ലുമ്പോൾ എന്നിങ്ങനെ പറഞ്ഞാണ് പുള്ളിക്കാരനെ വിടുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എവിടെ ചെന്ന് നോക്കിയിട്ടും ഏതൊക്കെ നിറയെ പച്ചമരുന്ന് മാത്രമേ ഉള്ളൂ അവിടെ, ആ ഒരു മരുത്വാമല എന്ന് പറയുന്ന സംഭവത്തിൽ. അവിടെ ചെല്ലുന്ന സമയത്ത് നോക്കുമ്പോൾ നിറയെ ഈ പറയും പോലെ പച്ചമരുന്നുകൾ മാത്രമുണ്ട്. ഇത് ഏത് കൊണ്ടുവരണമെന്നുള്ളത് മാരുതിക്ക് മനസ്സിലായില്ല. ഏതാണ് കൊണ്ടുവരുന്നതെന്ന് പുള്ളിക്കാരന് അറിയാൻ പറ്റിയില്ല. അങ്ങനെ ആഞ്ജനേയ സ്വാമി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ കുഞ്ഞു വിരൽ കൊണ്ട് മരുത്വാമലയെ ഉയർത്തി ആ മരുത്വാമല ആ ഒരു മലയോട് കൂടി കൊണ്ടുവന്ന് വച്ചു കൊടുത്തു. അതാണ് കഥയിൽ പറയുന്നത്. ഈ മരുത്വാമലയിൽ ചെന്നിട്ട് ഇങ്ങേരുടെ അച്ഛൻ ആശ്രമം കെട്ടിയെന്ന് പറഞ്ഞാൽ അതെവിടെയായിരിക്കും ഈ മരുത്വാമല? എനിക്കറിയില്ല കേട്ടോ, എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ അവിടെ പോയി ആശ്രമം കെട്ടിയ പോലും ഉള്ളതൊക്കെ തന്നെയുടെ ഈ പറയുന്നത്. കുറേശ്ശെ തള്ളു ആശ്രമമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഒരുപാട് സമാധി ചടങ്ങുകളൊക്കെ പോയിട്ടുള്ളതാണ്. ബോംബെ സിദ്ധാശ്രമം, ഹിത്താമഴിയിലൊക്കെ പോയിട്ടുള്ളത്. അപ്പം അച്ഛൻ ഒരുപാട് ഈ സമാധി ചടങ്ങുകളും ഈത്താമൊഴിയിൽ സ്വന്തമായിട്ട് മരുത്തമലയിൽ ബോംബെ സിദ്ധാശ്രമമുള്ള ആളായിരുന്നു. അപ്പം എൻ്റെ അച്ഛൻ അവിടെ അയ്യാവയ്യന്റെ സിദ്ധാശ്രമത്തിന് അച്ഛൻ ഈ ഒരു ആശ്രമം ദാനം കൊടുത്തു. അവിടെയുള്ള സ്വാമിമാർക്ക് ധ്യാനിക്കാൻ വേണ്ടി ദാനം കൊടുത്തിട്ട് അച്ഛനാണ് ഈ ശ്രീകോല് നിർമ്മിച്ചത്. അത്രയും യാതനകൾ വെച്ചാണ് അച്ഛൻ ഈ ശ്രീകോല് നിർമ്മിച്ചത്. അപ്പൊ ഈ അത്രയ്ക്ക് ഈ നാട്ടുകാർക്ക് ഇത് കൊടുക്കാത്തതിന്റെ ആ വ്യാപം മൊത്തം ഈ ഒരു കാര്യത്തിൽ കാണിച്ചു. എൻ്റെ അച്ഛൻ സമാധിയാകുന്ന സമയമായപ്പോ എൻ്റെ അച്ഛൻ പറഞ്ഞ്, അതായത് ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ട് ഇരുത്തി കഴിഞ്ഞാൽ ആർക്ക് വേണം തൊടാൻ, കാണാൻ, എല്ലാം ചെയ്യും. പക്ഷെ ജീവൻ സമാധി ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ സമാധി ചടങ്ങ് കാണാൻ പാടില്ല. ശ്രീനാരായണ ഗുരു സമാധിയായ സമയത്ത് പോലും തന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ശിഷ്യനെ വിട്ടാണ് ആ കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചത്. പ്രിയ ശിഷ്യൻ മാത്രം, ശ്രീനാരായണ ഗുരു സ്വാമി. എല്ലാവർക്കും അറിയാം നാരായണ ഗുരുവിന്. അതുകൊണ്ട് ഈ ലോകത്ത് ആരുമില്ല. ലോകം മൊത്തം തന്നെ മഹാലിംഗ പ്രതിഷ്ഠ ചെയ്ത ആളാണ് ശ്രീനാരായണ ഗുരു. അപ്പം ഈ ശ്രീനാരായണ ഗുരു സ്വാമി ചെയ്തതുപോലെ പ്രിയ ശിഷ്യനെ മാത്രം നിർത്തിയാണ് ആ സമാധി ചടങ്ങ് നടത്തിയത്. അപ്പൊ പ്രിയ ശിഷ്യന്റെ അടുത്ത് മാത്രം. അതുപോലെ മക്കളെ, നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ, ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവുകയാണ്, ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ അവിടെ നിന്ന് ഈ സമാധി ആകുന്ന സമയം ആരും കാണാൻ പാടില്ല. വിശുദ്ധി എന്ന 6 ആധാര ചക്രങ്ങൾ ഉണർത്തി, കുണ്ടലിനി ശക്തികൾ ഉണർത്തി ആ ചെയ്യുന്ന സമയമാണ്, ചൈതന്യമേറുന്ന സമയമാണ്. ആ സമയം മക്കളെ ആരും കാണാൻ പാടില്ല. നീ തന്നെ എന്റെ ഈ കാര്യങ്ങളെല്ലാം കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് അച്ഛന്റെ ആജ്ഞയാണത്. ആ സമയം പാടില്ല. ആ ബ്രാഹ്മ മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. ആ സമയം മുഹൂർത്തം തെറ്റിക്കാൻ പാടില്ല. അതെല്ലാം ഞാൻ ചെയ്തു. അപ്പം ആ സമാധിയിൽ അച്ഛൻ ചെന്ന് മൈലാടി എന്ന് എത്തും. അതായത് വർഷത്തിന് മുമ്പേ അച്ഛൻ മൈലാടി. എന്തോടെ ഇയാള് പറയുന്നത്? അച്ഛൻ മൈലാടിയോ? അയ്യോ, ഞാനും എന്തായി പറഞ്ഞത്? എൻ്റെ ദൈവമേ, ഞാൻ ഓർക്കാതെ അങ്ങ് പറഞ്ഞു. തെറി വിളിക്കല്ലേ ചേട്ടാ, തെറി വിളിക്കല്ലേ. ഈ പത്മപീഠക്കല്ല്, അച്ഛൻ ഇരിക്കാനുള്ള പത്മപീഠക്കല്ലും ഒയിലിടാനുള്ള തിളക്കല്ലെല്ലാം അച്ഛൻ ഓർഡർ ചെയ്ത് 5 കൊല്ലത്തിന് മുമ്പേ വരുത്തിയതാണ്. പക്ഷെ വരുത്തിയിട്ട് ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ സമാധിയാവാൻ എനിക്ക് സമയമായി എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് അച്ഛൻ പത്മാസനത്തിൽ ഇരിക്കുകയാണ്. ആ പീഠത്തിൽ പത്മാസനത്തിൽ ഇരുന്നിട്ട് എന്നെ അനുഗ്രഹിച്ചിട്ട് അച്ഛന്റെ ആ യോഗ കലകളെല്ലാം, ആ പ്രാണശക്തിയെല്ലാം ഉണർത്തി ഓരോ അനാഗത ചക്രത്തില് ഓരോരോ കലകളെ ഉണർത്തി കുംഭകം ചെയ്യും. അതായത് പ്രാണായാമം ചെയ്ത് കുംഭകം ചെയ്ത് ആ ബ്രഹ്മത്തിലേക്ക് ജയിക്കുന്ന സമയമാണ്. ആ സമയം അങ്ങനെ ആരും കാണാൻ പാടില്ല. ഞാൻ ചെയ്തത് തെറ്റല്ല.
എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ചെയ്ത തെറ്റല്ലെന്നോ? നാട്ടുകാർ പറയുന്നത് അതല്ല, നാട്ടുകാർക്ക് ഇത് കൊടുക്കാത്തത്. അപ്പൊ ആ സമയത്ത് എന്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് 11:30 മണിയായപ്പോൾ എൻ്റെ കൂടപ്പുറപ്പെ, നിങ്ങൾ തള്ളി മറിക്കാതിരി. നിങ്ങൾ കുണ്ടലീന ശക്തി ഉണർത്തിയതിനെ പറ്റി പറ. എനിക്കതാണ് കേൾക്കേണ്ടത്. കുണ്ടലീന ശക്തി അച്ഛൻ ഉണർത്തി, അതിനുശേഷം എന്ത് സംഭവിച്ചു പറയൂ പ്ലീസ്. വ്യാഴാഴ്ച കാലത്ത് 11:30 മണിയായപ്പോൾ ചടങ്ങുകളെല്ലാം അസമാധിയായി. അത് കഴിഞ്ഞ് വടിയാക്കി അച്ഛന്. എന്റെ ചേട്ടൻ അപ്പൊ കമ്പനിയിലായിരുന്നു. ഞാൻ വിളിച്ചു, ചേട്ടൻ അറിയിച്ചു, ചേട്ടൻ വന്ന് അച്ഛാ വടിയായി കംപ്ലീറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ സമയം മുതലുള്ള ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളെല്ലാം ചെയ്ത് പകൽ സമയമാണ്. ആദ്യം എല്ലാവരും ഓർക്കണം, പകൽ സമയമാണ്. രാത്രി 10 മണിക്കൂർ കഴിഞ്ഞാണ് ഭസ്മം, ചന്ദനം, പൂജ, അത് കർപ്പൂരം, എല്ലാ സുഗന്ധ ദ്രവ്യങ്ങളും വിട്ട് അച്ഛന് അനാഗത ചക്രം വരെ, അതായത് ഉരുട്ട് മൂടാൻ പാടില്ല. അതായത് ഈ അനാഗത ഹൃദയം എന്ന് പറയുന്ന അനാഗത ചക്രം കഴിഞ്ഞ് ഉരുട്ട് പോകാൻ പാടില്ല. അതുവരെ മൂടി ആ ഭസ്മവും ഈ സുഗന്ധ ദ്രവ്യം നിമഞ്ജനം ചെയ്തിരിക്കുകയാണ്. ആ സമാധിയിൽ അച്ഛൻ ലയിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ ഈ ക്ഷേത്രത്തിന്റെ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഉപ്പും കൂടെ ഇട്ടിരുന്നെങ്കിൽ നന്നായിട്ട് അനാദിയിൽ ലയിച്ചിരുന്നേനല്ലോ. അതിലൂടെ വാങ്ങിച്ചൂടായിരുന്നോ കൂടപ്പിറപ്പേ? സമാധിയിൽ അച്ഛന് ഭസ്മവും ചന്ദനവും കർപ്പൂരവും ഒക്കെ ഇട്ട സമയത്ത് അതിലൊരു ഇത്തിരി ബ്ലീച്ചിങ് പൗഡറും ഒരു ഇത്തിരി ഉപ്പ് കൂടി ഇട്ടിരുന്നെങ്കിൽ നന്നായിട്ട് ലയിച്ചിരുന്നേനെ. എന്തുവാടേ ഇത്? ഇപ്പൊ അച്ഛൻ മന്ത്രമൂർത്തിയും യോഗീശ്വരനൊക്കെ ആയി മാറിയോ? നമ്മൾ സാധാരണയായിട്ട് യോഗീശ്വരനായിട്ട് കണക്കാക്കുന്നത് പരമശിവൻ്റെ ഒരു ശക്തിയെ, ഒരു ചൈതന്യത്തിനെയാണ്. നിങ്ങളുടെ അച്ഛൻ എങ്ങനെയാണ്? അച്ഛനെ കൊണ്ടുവന്ന് അച്ഛൻ ചാവുന്നു എന്നും പറഞ്ഞ് അച്ഛന് മരിക്കണം എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ടുവന്ന് ഒരിടത്തിരുത്തിയിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് അച്ഛൻ്റെ കുണ്ടലിനി ശക്തി ഉണർത്തിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ അച്ഛൻ്റെ തലയിൽ കൂടെ കൊണ്ടുവന്ന് കുറേ ഭസ്മവും കർപ്പൂരവും കുറേ ചുണ്ണാമ്പും സാമ്പ്രാണിയൊക്കെ വാരി ഇട്ട് കൊടുത്തിട്ട് അച്ഛൻ യോഗീശ്വരനാണെന്ന് പറയുന്നത്? നിങ്ങൾക്കൊക്കെ എന്തുവാടേ കുഴപ്പം? എന്താ സഹോദരൻ നിങ്ങളീ പറയുന്നത്? ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ ശരിക്കും ക്ഷേത്രങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ആളാണ്. പക്ഷെ താങ്കൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എനിക്ക് ചിരിയാ വരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എൻ്റെ വിവരദോഷം കൊണ്ടായിരിക്കും അല്ലേ? എങ്ങോട്ട്? ക്ഷേത്രത്തിൻ്റെ വളർച്ച എങ്ങോട്ടെങ്കിലും ആവട്ടെ. ചിലപ്പോൾ അച്ഛൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരികയാണെങ്കിൽ, അച്ഛനെ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ റിപ്പോർട്ടൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഉയർച്ചയും വളർച്ചയും ചിലപ്പോൾ സബ് ജയിലിലോ സെൻട്രൽ ജയിലിലോ ഒക്കെ ആയിരിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട. എന്തായാലും അതൊക്കെ ഒന്ന് വരട്ടെ. ഈശ്വരൻ ലയിക്കുന്ന, ബ്രഹ്മത്തിൽ ലയിക്കുന്ന സമയമാണ്. ആ സമയത്ത് അച്ഛൻ അപ്പൊ അതിനായി ഇതെല്ലാം പൊളിച്ചെടുക്കണം, നാട്ടുകാർക്ക് പൊളിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഈ ട്രസ്റ്റിലുള്ള ഭാരവാഹികൾ കാലത്ത് വന്നിട്ട് ഇവിടെ വന്ന് അപ്പൊ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് 3:30 പോസ്റ്റർ കൊണ്ടുവിട്ടിച്ചു. വെളുപ്പാകാലം ഇതെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നു പോസ്റ്റർ ഒട്ടിച്ചു. അച്ഛൻ സമാധിയായെന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിച്ചു. പോസ്റ്ററല്ല, പോസ്റ്റർ. യോഗീശ്വരനാണ്. അപ്പൊ ഇതെല്ലാം ഇവിടെ അമ്പലം വളരെ, പക്ഷെ നമ്മൾ കുടുംബമായിട്ട് വെച്ചിരിക്കാൻ പാടില്ല, അവർക്ക് വേണം. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ ക്ഷേത്രത്തില് അച്ഛനെ അവർക്ക് വേണം, കൊടുക്കരുത്. നമുക്ക് വാർഡ് കൗൺസിലർ വിളിച്ചറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നേരെ എടുത്തിട്ടാണ് വാർഡ് കൗൺസിലർ വിളിച്ചറിയിച്ചു. അപ്പോൾ ഇതില് കുറച്ച് ആൾക്കാരെല്ലാരും കൂടെ നേരെ എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങള് ഒരു കാര്യം പറയണം, നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ആരെ അറിയിക്കാതെ നിങ്ങൾ ചെയ്തു കളഞ്ഞ് എന്റെ അച്ഛനെ മരിച്ചു കീറി നിന്നെയൊക്കെ അകത്താക്കി താങ്ങ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? അച്ഛൻ്റെ കുണ്ടലിനി ശക്തി ഉണർന്നത് പിന്നീട് പറഞ്ഞില്ല. ഞാൻ ആ കുണ്ടലിനി ശക്തി ഉണർന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ പിന്നീട് കുണ്ടലിനി ശക്തിയെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഇനി ബാക്കി ഇങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ആ പറ, അച്ഛൻ്റെ കുണ്ടലിനി ശക്തി. അയ്യോ എൻ്റെ അമ്മോ, ഇതാര്? മക്കളെ, നീ എന്റെ സമാധി ചടങ്ങുകളെല്ലാം എനിക്ക് പറഞ്ഞു തന്നെ, ഇങ്ങനെ എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ സമാധിയാവാൻ പോവുകയാണ്, ഇത്ര മണിക്ക് ഞാൻ സമാധിയാവും എന്ന് പറഞ്ഞ് എന്റെ അച്ഛൻ അവിടെ നിന്ന്
ഇതൊക്കെ ഇത്തിരി മുറ്റിയ ഇനങ്ങളാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, പിടിച്ചാൽ കിട്ടൂല. ഇത് എന്തൊക്കെയോ പറയുന്നിരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു അമ്മച്ചി വന്നിട്ട് പറയുന്ന കേട്ടല്ലോ. ആരാ ഈ അമ്മച്ചി? നോക്കട്ടെ. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ആരെ അറിയിക്കാതെ നിങ്ങൾ ചെയ്ത് കളഞ്ഞ് നിന്റെ അച്ഛനെ മരിച്ചു കീറി നിന്നെയൊക്കെ അകത്താക്കി തുറന്ന കാണിച്ചു തരാം. എന്റെ അച്ഛനെ എനിക്ക് കൊന്നിട്ട് എന്താണ് എനിക്ക് എന്ത് കിട്ടും? നമസ്കാരം. തിരുവനന്തപുരത്തെ നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് കേൾക്കാട്ടോ. നാട്ടുകാർക്കും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണുമല്ലോ. ആദ്യം നാട്ടുകാർ മൊഴി കൊടുക്കാത്തതെന്ന് വെച്ചാൽ ഇവരൊക്കെ പേടിച്ചിട്ടാണ് മൊഴി കൊടുക്കുന്നത്. പക്ഷെ എന്തായാലും എനിക്കും പേടിയുണ്ട്. എന്നാലും മൊഴി കൊടുത്തേ പറ്റുന്ന വെച്ചാൽ നമുക്കത് അറിയണം എന്താണെന്ന് സംഭവം. നമുക്കത് അറിയണം. കൂടാത്രം പേടിച്ചിട്ടായിരിക്കും അല്ലേ? മകൻ കൃത്യമായിട്ട് പറയല്ലേ, അച്ഛൻ വന്നിരിക്കുമ്പോൾ ആത്മാവ് പോകുന്നത് ഞാൻ കാണുന്നു, അതുകൊണ്ട് പോയത് ഉടനെ തന്നെ ഞാൻ സ്ലാബിട്ട് മൂടിയെന്ന് മകൻ പറയല്ലേ. എനിക്ക് തോന്നുന്നു ഈ അച്ഛൻ സമാധിയായിരിക്കാമെന്നും പറഞ്ഞ് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ സമാധിയായിട്ട് ഇരിക്കാൻ പോവുകയാണ്, എൻ്റെ കുണ്ടലിനി ശക്തികളൊക്കെ ഉണർന്നു കഴിയുമ്പോഴത്തേക്ക് എന്നെ എന്ത് ചെയ്യണം, എന്നെ സ്ലാവൊക്കെ ഇട്ട് സെറ്റാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം, എൻ്റെ കുണ്ടലിനി ശക്തി എപ്പോഴാണ് ഉണരുന്നതെന്നൊന്നും പറയാൻ പറ്റൂല, ശക്തി ഉണരുമ്പോൾ ഞാനങ്ങ് ലയിച്ച് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തെന്നോ ഈ പാവപ്പെട്ട മോനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു, കുണ്ടലിനി ശക്തി ഉണരുന്നോ എന്ന്. കുറേ നേരം നോക്കിയപ്പം അച്ഛൻ്റെ കുണ്ടലിനി ശക്തിയൊക്കെ ഉണർന്നു. അങ്ങനെ അച്ഛൻ ഇങ്ങനെ പറന്നിങ്ങനെ ഒരു മായ പോലെ ആവി പോലെ ഇങ്ങനെ പോവാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തെന്നോ ഈ സഹോദരൻ നേരെ ചെന്ന് ആ സ്ലാവ് എടുത്തുകൊണ്ടൊന്ന് മണ്ടക്കിട്ട് മൂടിക്കളഞ്ഞു. എന്ത് ചെയ്തു? യഥാർത്ഥത്തിൽ അച്ഛൻ്റെ കുണ്ടലിനി ശക്തി ഉണർന്നില്ല, ഒന്നും ഉണർന്നില്ല. പണ്ടൊരു സിനിമയിൽ പറയുന്ന കണക്ക് ജോജിയും വന്നില്ല, തീയും വന്നില്ല എന്ന് പറഞ്ഞ കണക്ക് ഒന്നും ഉണർന്നില്ല. പക്ഷേ എന്താ സംഭവിച്ചത് അവിടെ? അച്ഛൻ ശ്വാസം മുട്ടി അങ്ങോട്ടാ മരിച്ചത്. അച്ഛൻ അതിനകത്തിരുന്ന് ശ്വാസം മുട്ടി മരിച്ചു. അച്ഛനെ എങ്ങനെ തട്ടാനോ പിടിക്കാനോ ബഹളം വയ്ക്കാനോ പറ്റുമോ? അച്ഛൻ്റെ നെഞ്ചിനൊപ്പം ഇവർ ഈ പറയുന്നത് പോലെ സാമ്പ്രാണിയും അതുപോലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇട്ട് അച്ഛനെ അനങ്ങാൻ പറ്റാത്തണക്കാക്കി വെച്ചിരിക്കുകയല്ലേ, സമാധിയിൽ ഇരുത്തി വെച്ചിരിക്കുകയല്ലേ. അപ്പോൾ അച്ഛന് മൊത്തത്തിലെല്ലാം കൂടെ ആയിട്ട് ജാമായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങേർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അനങ്ങാനോ വിളിക്കാനോ ഒന്നിനും പറ്റാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി പാവം. എന്ത് ചെയ്യാം? എന്തായാലും അച്ഛൻ്റെ ആത്മാവ് പോയത് ഈ മകൻ കണ്ടെന്ന് പറയുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ കേസെടുക്കാം, ഒരാളെ തല്ലിക്കഴിഞ്ഞാൽ കേസെടുക്കാം, തെറി വിളിച്ചാൽ കേസെടുക്കാം, ചേഷ്ടകൾ കാണിച്ചാൽ കേസെടുക്കാം, കണ്ണുരുട്ടിയാൽ കേസെടുക്കാം, എല്ലാത്തിനും കേസെടുക്കാം. ഇതിനൊക്കെ തെളിവുകൾ മാത്രം മതി. പക്ഷേ ഒരാളെ കൂടാത്രം ചെയ്തു എന്നും പറഞ്ഞിട്ട് കേസെടുക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. നാട്ടുകാരൊക്കെ പറയുന്ന കേട്ടില്ലേ, ഞങ്ങൾ പേടിച്ചിട്ടാണ് പറയാത്തതെന്ന്. കാര്യം എന്താണ്? കൂടോത്രം 2025 അല്ലേ? എന്തായത്? നമസ്കാരം. തിരുവനന്തപുരത്തെ ബാലരാമപുരത്തുള്ള ആറാലുമൂട് എന്ന സ്ഥലത്ത് ഇക്കഴിഞ്ഞ ദിവസമാണ് 78-കാരനായ അച്ഛനെ അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മകൻ സമാധി നടത്തിയെന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നത്. എന്തായാലും ഈ ഒരു വാർത്തയ്ക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള നിഗൂഢതകളാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. ഗോവിന്ദ് സ്വാമിയാണ് പറഞ്ഞു കഴിഞ്ഞുള്ളൂ. എനിക്ക് പുള്ളി ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി അങ്ങനെ ഈ ക്ഷേത്രത്തിൽ പുള്ളിക്കാരനാണ് വെച്ചിട്ടുള്ളത് കാണാറ്. അപ്പോൾ അങ്ങനെ കുറച്ച് നാളുകൊണ്ട് എല്ലാവർക്കൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. ഈ ഒരു സംഭവം ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. നിത്യപൂജ ക്ഷേത്രം അതിന് നിത്യപൂജ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിത്യപൂജയായി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം സുഖമില്ലാതെ കായതിനു ശേഷം എങ്ങനെയാണെന്ന് അറിയാം. വാർത്ത കിട്ടുന്നുണ്ടാകും. സമാധിയായെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാം. വാർത്ത എങ്ങനെയാണ്? ആഗ്രഹം ഞാൻ ബാക്കി കളർക്കാൻ പോയത് കളർക്കാൻ പോയപ്പോഴാണ് സംഭവം കാണുന്നത്. കളർക്കാൻ പോയി തിരിച്ച് കടയിൽ വന്നിട്ട് ഞാൻ കരിപ്പൂർ റോട്ടിൽ പറ്റിയാണ് പോസ്റ്റ് അടിക്കുന്നത്. ഇങ്ങനെ സമാധിക്കുന്നത് പക്ഷേ ഇത് നാട്ടുകാർ ബന്ധുക്കൾ ആരുമില്ല. ദിവസ പ്രവർത്തനമാണ് ചെയ്തത്. അപ്പോൾ അതൊന്നും നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഇത് സർക്കാർ പോലീസുകാർ ഇടപെട്ട് ഇത് എന്തെങ്കിലും ഒരു ബോംബിൽ കാണണം. കാര്യം എന്ന് വെച്ചാൽ ഒരു ക്ഷേത്രത്തിൻ്റെ അല്ല രാജ എന്നാണ് ഇതൊക്കെ ആണെന്ന് പറഞ്ഞിട്ട് മക്കൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പോലും നാട്ടുകാരല്ലേ, നമുക്ക് ഇവിടെ അടുത്ത് ജീവിക്കണ്ടല്ലേ. അതാണ് ശരിയാണ് പറയുന്നത്. എന്തായാലും അച്ഛൻ യോഗീശ്വരനായി മാറി. അച്ഛൻ്റെ ആത്മാവ് ഇങ്ങനെ ലയിച്ച് അന്തരീക്ഷത്തിലേക്ക് വലയം പ്രാപിച്ചു, ആകാശഗംഗ സിനിമയിലെ പോലെ. എന്നിട്ട് അച്ഛൻ അവിടെ യോഗീശ്വരനായി മാറി, അച്ഛൻ മന്ത്രമൂർത്തിയുമായി മാറി. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? യോഗീശ്വരന് മന്ത്രമൂർത്തിയൊക്കെ മാറിക്കഴിഞ്ഞു അദ്ദേഹം. ശ്വാസം മുട്ടിച്ച് പുള്ളിക്കാരൻ്റെ മണ്ടയിൽ സ്ലാവാങ്ങണ്ട് തട്ടിയിട്ടിട്ട് കൊന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നത്.
മിക്കവാറും ഈ പുള്ളിക്കാരനെ ഇവരെയൊക്കെ അന്ധവിശ്വാസത്തിന് കൊടുമ്പിരി കൊണ്ട ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ആത്മാവ് പോയതായിട്ട് ഇയാൾക്ക് വെറുതെ ഫീൽ ചെയ്തിട്ടുണ്ട്, വെറുതെ തോന്നിയിട്ട് കാണും. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, വാർത്ത് വെച്ചിരുന്ന കോൺക്രീറ്റ് സ്ലാബ് പിടിച്ചിട്ട് അടച്ചിട്ടുണ്ട്. അങ്ങനെ കൈയും കാലിലും മൊത്തവും കെട്ടിത്തൂക്കി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കൈയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടല്ലേ ഇത്രയും ഭാഗം വരെ ഇവർ ഈ പറയുന്ന കണക്ക് ഭസ്മങ്ങളും ചന്ദനങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ അടക്കം ചെയ്യുന്നത്, സമാധി ഇരുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും സ്വാമിജിമാരെ സമാധി ഇരുത്തുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ. അതുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷേ അവർക്ക് അവിടെ നിന്ന് ചലിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിട്ടുണ്ട്. എന്നിട്ട് ഈ സ്ലാബ് കൂടി പിടിച്ചിട്ടപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഞെരുങ്ങി ശ്വാസം മുട്ടിയായിരിക്കാം മരിച്ചിട്ടുണ്ടാവുക. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴുണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ ഈ വീഡിയോയുടെ വേറൊരു ഭാഗം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, അവിടെ ഒരു അമ്മച്ചി ഇരുന്നുകൊണ്ട് കാണിക്കുന്ന വേലത്തരങ്ങൾ കാണണം. ഇരുന്നുകൊണ്ട് ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നി മാടമ്പള്ളിയിലെ മനോരോഗി ആ അമ്മച്ചിയാണെന്ന് തോന്നി. അമ്മാതിരി ചേഷ്ടകളും ഇതും എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു അന്ധവിശ്വാസത്തിൽ കോർത്തെടുത്തൊരു ഫാമിലി ആയിട്ടാണ് എനിക്ക് തോന്നിയത് സത്യം പറയുകയാണെങ്കിൽ. ആദ്യം വിയർപ്പിൻ്റെ അസുഖം വന്ന് പുള്ളിക്കാരന് ജോലിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ പാവത്താന് വിയർപ്പിൻ്റെ അസുഖം വന്നു. അങ്ങനെ അച്ഛനും മകനും കൂടി ഒരു ക്ഷേത്രമൊക്കെ സ്ഥാപിച്ചു. പിന്നീട് അവിടെയൊക്കെ പോയി മരുത്വാമലയൊക്കെ കൊണ്ടുവന്നു. മരുത്വാമലയിലൊക്കെ പോയി ആശ്രമങ്ങളൊക്കെ കെട്ടി എല്ലാമൊക്കെ ചെയ്തു. അങ്ങനെ പിന്നീട് എനിക്ക് തോന്നുന്നു ഈ ഒരു ഫാമിലി മൊത്തം അന്ധവിശ്വാസത്തിൽ കുടുങ്ങിപ്പോയി എന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും ഇപ്പോൾ അച്ഛനെ സമാധി ഇരുത്തി. ഇനി അച്ഛൻ്റെ ബോഡി എടുത്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബോഡിയൊക്കെ എടുത്ത് പോസ്റ്റ്മോർട്ടമൊക്കെ ചെയ്യട്ടെ. ഇത് വെറുതെ സമാധി ഇരുത്തി എന്നും പറഞ്ഞിട്ട് ഇനി അച്ഛൻ യോഗീശ്വരനാണോ മന്ത്രമൂർത്തിയാണോ ഇനി സൂപ്പർ പ്രേതമാണോ എന്നൊക്കെയുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ചെയ്തതിൻ്റെയൊക്കെ ഒരു ഇത് കിട്ടണം. അച്ഛൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതിനുശേഷം അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റൂ. എന്തായാലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും ആരും കൂട്ടു നിൽക്കാതിരിക്കട്ടെ, പറയാതിരിക്കട്ടെ. ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ എടുത്ത വീഡിയോയിലല്ല, വേറൊരു വീഡിയോയിൽ കേട്ടൊരു കാര്യമാണ്. ഈ മകൻ തന്നെ പറയുന്നുണ്ട്, അച്ഛന് സമാധി ഇരിക്കേണ്ട സമയമായപ്പോൾ അച്ഛൻ വന്നിട്ട് പറഞ്ഞു സമാധി ഇരിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം അച്ഛൻ പോയി ഫുഡ് കഴിച്ചു, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അതിനുശേഷം പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളിക കഴിച്ചു. അതിനുശേഷമാണ് അച്ഛൻ പോയി സമാധി ഇരുന്നതെന്ന്. അല്ല, സമാധി ഇരിക്കാൻ പോകുന്ന ആളിന് പ്രഷറിൻ്റെയും ഷുഗറിൻ്റെയും ഗുളികയുടെ ആവശ്യമുണ്ടോ? അതൊരു ചോദ്യമല്ലേ. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ വീഡിയോയുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കാം. ഇനി നല്ലൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറന്ന് വരും. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ.